കർത്താവിൽ പ്രിയ സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിൽ മെൽബണിൽ നിന്ന് ഇപ്രകാരമൊരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുവാൻ തക്കവണ്ണം ഇടയാക്കിയതിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ബാംഗ്ലൂർ മത്തിക്കരയിൽ സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് പോൾസ് ദേവാലയത്തിൻ്റെ ശുശ്രൂഷ നടക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഷൈജുവിനെ പരിചയപ്പെടുന്നത്. സ്നേഹമുള്ള ഷൈജുവുമായി അതിനുശേഷം ഇന്നോളം ബന്ധം തുടരുകയും പലപ്പോഴായി ടെലിഫോണിലൂടെ ഞങ്ങൾ സംഭാഷണം നടത്തുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ സംഭാഷണത്തിലാണ് ഇപ്രകാരമൊരു വീഡിയോയുടെ ആവശ്യം ഷൈജു എന്നോട് ആവശ്യപ്പെടുന്നത്. കുടുംബ സംഗമമാണ് ഇതിൻ്റെ ഇതിവൃത്തമെന്ന് എന്നോട് പറയുകയുണ്ടായി. 1957 എറണാകുളം ജില്ലയിൽ രാമമംഗലത്ത് നിന്ന് വയനാട്ടിൽ പുൽപ്പള്ളിയിലേക്ക് കുടിയേറി പാർത്ത ഈ കുടുംബത്തിൻ്റെ ചരിത്രം, തെക്കിനിയത്ത് കുടുംബം ഒരു സമൃദ്ധമായ കുടുംബമായി വളരുവാനും ആ കുടുംബത്തിൻ്റെ പിൻതലമുറക്കാർ ഒരുമിച്ച് വീണ്ടും കൂടുവാൻ എടുത്ത ഈ ഉദ്യമവും വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാകുന്നു. കുടുംബ സംഗമങ്ങൾ ഇന്ന് കേരളത്തിൽ പെരുകി വരുന്ന ഈ കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു കുടുംബ സംഗമത്തിലൂടെ തലമുറയ്ക്ക് നല്ല ദൂതുകൾ നൽകുന്ന ഒരു കൂടിവരവായി ഇത് മാറും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയുമാണ്. ദൂരെ നിന്ന് നിങ്ങളുടെ അവിടെ നടക്കുന്ന കാര്യപരിപാടികളുടെ വിശദീകരണം ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയ ഷൈജുവിലൂടെ തെക്കിനിയത്ത് കുടുംബത്തിൻ്റെ ഒരു നല്ല അംശത്തെ കാണുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം നന്നായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നാം സഞ്ചരിച്ചാൽ ഒരുപക്ഷെ ആവർത്തന പുസ്തകത്തിൽ നാം കാണുന്ന ഏറ്റവും ശ്രദ്ധേയവും ഹൃദയത്തെ സ്പർശിക്കുന്നതുമായ കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകിച്ച് തങ്ങളുടെ പിൻതലമുറക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നതായ ഒരു സന്ദേശത്തെ നാം വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആവർത്തന പുസ്തകത്തിൻ്റെ 26-ാമത്തെ അധ്യായം 1 മുതൽ അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇവ നമുക്ക് നൽകുന്ന ഒരു നല്ല സന്ദേശമാകും. ദൈവം യഹൂദ കുടുംബങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ കൂടി വരുമ്പോൾ അവരുടെ പിൻതലമുറയായിരുന്ന കുഞ്ഞുങ്ങളുടെ ഒരു സമൂഹമായി കൂടി വരുമ്പോൾ അവരോട് പറയേണ്ടുന്ന പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത് നിങ്ങളുടെ മുൻ തലമുറ, അതായത് നിങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിലൂടെ യാത്ര ചെയ്ത ഒരു സന്തതി പരമ്പരയായിരുന്നു. മിസ്രൈമിയ ചരിത്രത്തിൻ്റെ ഭാഗത്തിൽ യഹൂദന്മാരുടെ കുടിയേറിപ്പാർക്കലും, ഒരുപക്ഷെ കുടിയേറ്റമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല എങ്കിലും അവർ അവിടെ താമസിക്കുകയും അടിമത്തത്തിൻ്റെ വളരെ ദുർഘട നിമിഷങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം അവരെ സംരക്ഷിച്ച് പാലും തേനും ഒഴുകുന്ന നാട്ടിൽ കൊണ്ടുവന്നുവെന്നും ആ നാട്ടിൽ നിങ്ങൾ ഒത്തുകൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടുന്നത് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന ഒരു അരാമ്യനായിരുന്നു എന്ന് പറയുവാനും കൽപ്പിക്കുകയാണ്. ഇത് നടക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഈ പാലും തേനും ഒഴുകുന്നതായ നാട്ടിൽ തങ്ങളുടെ തലമുറകൾ വളരെ സമൃദ്ധിയിലും പ്രത്യേകിച്ച് ഭൂമിയിലൂടെ അവർക്ക് ലഭിക്കുന്ന കൃഷിയിടങ്ങളിലൂടെ അവർക്ക് ലഭിക്കുന്ന നല്ല അനുഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോഴുമാകുന്നു പറയണമെന്ന് കൽപ്പിക്കുന്നു. ഒരു പക്ഷെങ്കിൽ തെക്കിനിയത്ത് കുടുംബത്തിൻ്റെ ഈ കുടുംബ സംഗമ വേളയിൽ വളരെ പ്രസക്തമായ ഒരു ഭാഗം ഇതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ രാമമംഗലത്ത് നിന്ന് കടന്നു വന്ന 5 അപ്പച്ചന്മാരും ഒരമ്മച്ചിയും വന്നപ്പോൾ അതിൽ അവരുടെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷകളോടുകൂടിയാണ് അവരവിടെ വരുവാനായിട്ട്. ആ പ്രതീക്ഷകൾ പുതിയ തലമുറയിലേക്ക് തുടർന്നും കിടാവിളക്കായി പകർന്നു കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കുടുംബ സംഗമത്തിലൂടെ
ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനായി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ദൈവിക സാന്നിധ്യം കാണിച്ചു കൊടുക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ച വേദഭാഗത്തിലൂടെ യഹൂദ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാക്ഷ്യമെന്ന് പറയുന്നത് തങ്ങളുടെ പിതാക്കന്മാർ ദൈവ ചൈതന്യത്തിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നുള്ളതിൻ്റെ സാക്ഷ്യമാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്കും ഈ തെക്നിയത്ത് കുടുംബത്തിൻ്റെ സംഗമത്തിലും ദൈവ സാന്നിധ്യത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരുവാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ പല കുടുംബങ്ങളും തങ്ങളുടെ പേരുകൾക്കും ഒരുപക്ഷെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിലേക്ക് ചെന്നെത്തി നിൽക്കുവാനും തോമസ് ലീഹ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടായി എന്ന് പറയുന്ന ചരിത്രത്തിൻ്റെ ഭാഗമായ കുടുംബങ്ങളിലേക്ക് തങ്ങളുടെ കുടുംബങ്ങളെ കൊണ്ടെത്തിക്കുവാനും വ്യഗ്രത നിർത്തുന്ന കാലഘട്ടത്തിൽ അതിനുമപ്പുറമായി യേശുക്രിസ്തുവിൻ്റെ കുടുംബത്തിലേക്ക് തുടർന്നും പിന്നിലേക്ക് പോകുമ്പോൾ ദൈവം ഏദനിൽ വിഭാവനം ചെയ്ത ആദമിൻ്റെയും ഹവയുടെയും കുടുംബത്തിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം നീളുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇതിൽ നിന്ന് ഒരു സന്ദേശം മാത്രമായി നിങ്ങൾക്ക് ഞാൻ തരുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചിന്തിക്കാം. നാമും നമ്മുടെ തലമുറയും ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവത്തിൽ എത്തിച്ചേരുവാനുള്ള സാഹചര്യമാണ് ഈ കുടുംബ സംഗമത്തിലൂടെ നമുക്ക് എത്തിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ക്രിസ്തുവിൽ ചെന്നെത്തിച്ചേരുവാൻ. ഒരുപക്ഷെ ഈ ക്രിസ്തുമസിൻ്റെ അനുഭവത്തിൽ നാം നിൽക്കുമ്പോൾ ക്രിസ്തുവിൽ എത്തിച്ചേരുന്ന കുടുംബമെന്ന ആശയം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്ന ഒരു കുടുംബമായി തെക്നിയത്ത് കുടുംബം എല്ലാവരും, കുഞ്ഞുകുട്ടി ആബാലവൃന്ദം ജനങ്ങളും ആയിരിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം ആയിരിക്കുന്ന സമൂഹത്തിൻ്റെ കാതലായ ചിന്തയെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ, ദൈവത്തിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ദൈവത്തിൽ തന്നെ ചെന്നെത്തുന്നതായ, ദൈവത്തെ തിരഞ്ഞെടുക്കുന്നതായ, ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ക്രിസ്തുമസ് കാലത്ത് എപ്പോഴും ഓർക്കുന്ന ഒരു നല്ല കഥയുണ്ട്. നമുക്കെല്ലാവർക്കും ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹമാണ്, പക്ഷേങ്കിൽ ഒഴിവ് കഴിവുകൾ അനേകമാണ്. നാം പറയാം, നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണ്, വിവിധ സാഹചര്യങ്ങളാണ്, ആധുനിക ജീവിത ശൈലിയാണ്. ഇവിടെയൊക്കെയും ക്രിസ്തു ബന്ധത്തിൽ ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ ഒരു പക്ഷേങ്കിൽ ഓർത്ത് ഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് ഇഷ്ടമില്ലാതെ ഇരിക്കും. ഇങ്ങനെയാണ് ഈ സമയത്ത് ഞാൻ ഓർക്കുന്ന കഥ എപ്പോഴും ക്രിസ്മസിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഒരു സൺഡേ സ്കൂൾ നടക്കുന്നു. ആ സൺഡേ സ്കൂളിൽ 25-ാം തീയതി ക്രിസ്മസിൽ നടക്കുന്ന ഒരു നേറ്റിവിറ്റി പ്ലേ എന്ന് പറയുമ്പോൾ ബേത്ലഹേമിൻ്റെ പശ്ചാത്തലത്തെ കാണിക്കുന്നതും യൗസേഫും മേരിയും ബേത്ലഹേമിലേക്ക് പോകുന്നതും ഗർഭിണിയായ മറിയമിനെ കൊണ്ടുപോകുന്ന യൗസേഫ് അനുഭവിക്കുന്ന യാതനകളൊക്കെയുമാണ് നേറ്റിവിറ്റി പ്ലേയുടെ ഏറ്റവും കാതലായ ഭാഗങ്ങളെന്ന് പറയുന്നത്. ഇപ്രകാരം ഒരു പള്ളിയുടെ സൺഡേ സ്കൂളിൽ നടക്കുന്ന ഇങ്ങനെയുള്ള ഒരു നേറ്റിവിറ്റി പ്ലേയിൽ അഭിനയിക്കുവാൻ ആഗ്രഹിച്ച 7ാം ക്ലാസ്സുകാരൻ, അവൻ ഏറ്റവും ആഗ്രഹമാണ് ഈ പ്ലേയിൽ അല്ലെങ്കിൽ അന്ന് നടക്കുന്നതായ ഈ നല്ല ഒരു നേറ്റിവിറ്റി പ്ലേയിൽ പങ്കെടുക്കുവാൻ. എന്നാൽ ഞാൻ പറഞ്ഞു വരുന്ന കഥാപാത്രം 7ാം ക്ലാസ്സിലെ കുട്ടി, അവനെ സാധാരണ ഇംഗ്ലീഷിൽ പറയുന്നത് നോട്ടി ബോയ് എന്നാണ്. അവനത്ര നല്ല സ്വഭാവമല്ല എന്നുള്ളതാണ്. എന്നാൽ അവൻ്റെ ടീച്ചർ അതുകൊണ്ട് തന്നെ അവനെ ഈ പ്ലേയിൽ ഈ ചെറിയ നാടകത്തിൽ സംബന്ധിക്കുവാനായിട്ട് താല്പര്യമില്ലാതിരുന്നു. എന്നാൽ സൺഡേ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ പിന്നീട് പറഞ്ഞു, അദ്ദേഹം തൻ്റെ ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല ആ കുട്ടിയെയും എടുക്കണം. എന്നാൽ മനസ്സോടുകൂടെ ഈ സൺഡേ സ്കൂളിലെ ടീച്ചർ ഇവനെ എടുക്കുന്നു. എന്നാൽ ഇവനൊരു ചെറിയ വേഷം മാത്രം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ബേത്ലഹേമിൽ യൗസേപ്പും മേരിയും ആദ്യം കണ്ടുമുട്ടുന്നത് യാത്ര ചെയ്യുമ്പോൾ സത്രക്കാരെ കണ്ടുമുട്ടുകയാണ്. ഈ സത്രത്തിൽ അല്ലെങ്കിൽ ഇൻകീപ്പർ, സത്രം സൂക്ഷിപ്പുകാരൻ അവിടെ നിൽക്കുന്നതായ ഭാഗമാണ് 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് കൊടുക്കുന്നത്. എന്താണ് തുടർന്നുള്ള ഭാഗം? ഇവിടെ അവന് കൊടുക്കുന്നതായ പ്രധാനപ്പെട്ട റോളെന്ന് കരുതി, എന്നാൽ ഈ ചെറിയ റോൾ കൊടുക്കുമ്പോൾ അവനോട് ആവശ്യപ്പെടുന്നത് യൗസേപ്പും മേരിയും ഇങ്ങനെ കടന്നു വരുമ്പോൾ, ഗർഭിണിയായ മറിയമിനെ കൊണ്ട് യൗസേപ്പ്
നടന്നു വരുമ്പോൾ സത്രത്തിൻ്റെ അടുത്ത് വരുന്നു. സത്രത്തിൻ്റെ അടുത്ത് വരുമ്പോൾ യൗസേപ്പ് സത്രം സൂക്ഷിപ്പുകാരനായ ഇവനോട് ചോദിക്കുകയാണ്, ഈ സത്രത്തിൽ എൻ്റെ ഗർഭിണിയായ ഭാര്യയായ മറിയമിനും എനിക്കും കൂടെ ചിലവഴിപ്പാൻ സ്ഥലമുണ്ടോ? അപ്പോൾ ഇവന് പറയേണ്ട ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഇല്ല. അങ്ങനെ റിഹേഴ്സൽ തുടങ്ങുകയാണ്. റിഹേഴ്സൽ വെച്ച് ഇവനോട് ഇത് പറഞ്ഞ് പഠിപ്പിച്ചു, ഇല്ല എന്നൊരു വാക്ക് മാത്രം നീ പറയണം. അങ്ങനെ യൗസേപ്പും മേരിയും റിഹേഴ്സലിൽ വരുന്നു. യൗസേപ്പ് മേരിയെ കൊണ്ടുവരുന്നു. മേരി ഗർഭിണിയാണ്, നടക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അവർ നടന്നു വരുമ്പോൾ ഈ സത്രത്തിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. സത്രം സൂക്ഷിപ്പുകാരനോട് യൗസേപ്പ് ചോദിക്കുന്നു, എൻ്റെ ഗർഭിണിയായ ഭാര്യയ്ക്ക് ചിലവഴിപ്പാൻ ഈ സത്രത്തിൽ സ്ഥലമുണ്ടോ? അപ്പോൾ ഈ സത്രം സൂക്ഷിപ്പുകാരനായ പയ്യൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയാണ്, ഉണ്ട്. സത്യത്തിന് അവനെ ടീച്ചർ വഴക്ക് പറഞ്ഞു, എടാ ഉണ്ടെന്നല്ല പറയേണ്ടത്, ഇല്ലെന്നല്ലേ പറയേണ്ടത്, അടുത്ത റിഹേഴ്സലിൽ ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിഹേഴ്സലുകൾ കഴിയുന്നു. 25-ാം തീയതി നടക്കുകയാണ്. ഓരോ പ്രാവശ്യത്തെ റിഹേഴ്സലിലും ഇവൻ തെറ്റുമ്പോൾ ടീച്ചർ പറയുന്നു, എടാ ഉണ്ടെന്നല്ല ഇല്ലെന്ന് പറയണമെന്നാണ് അവനോട് കൽപ്പിച്ചു. അവൻ വേണ്ട, ശരിയാകില്ല എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എന്താണെങ്കിലും 25-ാം തീയതി അവനെ കയറ്റുകയാണ്. അങ്ങനെ 25-ാം തീയതി ഈ നാടകം നടക്കുന്നു. സ്റ്റേജിലൂടെ എല്ലാം ഇരുണ്ട വെളിച്ചത്തിൽ ഒരുപാട് ആളുകളുടെ മുമ്പിലൂടെ ഈ നാടകം തുടങ്ങുകയാണ്. സത്രം സൂക്ഷിപ്പുകാരനായ ഈ 7-ാം ക്ലാസ്സുകാരൻ അവിടെ നിൽക്കുന്നു. അങ്ങനെ ഗർഭിണിയായ മറിയമിനെ കൊണ്ട് യൗസേപ്പ് ഇങ്ങനെ നടന്നു വരികയാണ്. വന്നിട്ട് യൗസേപ്പ് സത്രം സൂക്ഷിപ്പുകാരനോട് ചോദിക്കുന്നു, എൻ്റെ ഭാര്യയായ മറിയ ഗർഭിണിയാണ്, യേശുവിനെ ജന്മം കൊടുക്കുവാൻ തക്കവണ്ണം എൻ്റെ ഭാര്യയ്ക്കും എനിക്കും ഇവിടെ തങ്ങുവാൻ തക്കവണ്ണം ഈ സത്രത്തിൽ ഇടമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ 7-ാം ക്ലാസ്സുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൂടെ അകത്തേക്ക് നോക്കിയിട്ട് അവൻ പറയുകയാണ്, സത്രത്തിൽ ഇടമുണ്ട്, പക്ഷേ എൻ്റെ ടീച്ചർ സമ്മതിക്കുകയില്ല. സത്യത്തിന് ഈ ഒരു ഭാഗം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഇന്ന് ഓർമ്മ വരേണ്ടുന്നത്, യേശുവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷേങ്കിൽ പലരും സമ്മതിക്കുകയില്ല. എന്താണ് പലർ? ആധുനിക ജീവിത ശൈലിയാകാം, പുതിയ പുതിയ മേഖലകളാകാം, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകാം. ദൈവത്തോടുള്ള തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒന്നായതിനാൽ ആ തിരഞ്ഞെടുപ്പിലൂടെ പോകുവാനുള്ള പ്രതിസന്ധിയെ ഓർത്തുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുന്നുണ്ടാകാം. സ്നേഹമുള്ള തെക്കിനേത്ത് കുടുംബാംഗങ്ങളെ, ഈ നിങ്ങളുടെ കുടുംബസംഗമം പ്രത്യേകിച്ച് അനുഗ്രഹത്തിൻ്റേതും യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അതിലൂടെ വരുന്ന നന്മകളും പ്രതിസന്ധികളൊക്കെയും സ്വീകരിച്ച് നല്ല ഒരു കുടുംബ സംഗമവും പുതിയ തലമുറയ്ക്ക് മാത്രമല്ല നിങ്ങളായിരിക്കുന്ന ദേശത്തിനും കൊച്ചു കൊച്ചു ഗ്രാമങ്ങൾക്കൊക്കെയും അനുഗ്രഹവും നന്മയും നല്ല പ്രതീക്ഷകളും നൽകുന്ന ഒരു കുടുംബ അന്തരീക്ഷമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഷൈജുവിനോടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഷൈജുവും കുടുംബവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും കുഞ്ഞും ഒക്കെയായി ഞാൻ വളരെ ആ കുടുംബത്തോട് ഒത്തിരി സ്നേഹത്തോടുകൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഊഷ്മളമായ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബം, ഞങ്ങളുമായിട്ട് ആ കുടുംബ അനുഗ്രഹത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ബന്ധപ്പെടുന്നതാണ് എൻ്റെ ഭാര്യയായ ദീപയും കുഞ്ഞുങ്ങൾ ഹാൻസലും ജോർജിയും. ഒരുമിച്ച് നിങ്ങളുടെ തെക്കിനേത്ത് കുടുംബത്തിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും സമയം ലഭിക്കുന്നുവെങ്കിൽ നമുക്കൊരുമിച്ച് ഒരു കുടുംബ സംഗമത്തിൽ ഒരിക്കൽ പങ്കെടുക്കുവാനായിട്ട് ഞാനും ആഗ്രഹിക്കുന്നു. അതുവരെയും ദൈവത്തിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഈ സമയം എനിക്ക് ഇതുപോലെ അനുവദിച്ചതിൽ പ്രത്യേകിച്ച് ഷൈജുവിനോടും കുടുംബത്തോടും തെക്കിനേത്ത് കുടുംബത്തിലുള്ള എല്ലാവരോടുമുള്ള സന്തോഷം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.